ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ചിങ്ങം 1 കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ കാഴ്ചകളിലേക്ക്. കർഷക ദിനമാണ്. കർഷകരായ നമുക്ക് ചേറിൽ പണിയെടുത്താലേ ചോറുള്ളൂ എന്ന ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു ഓണക്കാലവും വരവായി. മുറ്റത്തെ പൂക്കളങ്ങളും ഊഞ്ഞാലുകളും ഓണസദ്യയുമെല്ലാം നമുക്ക് ഗൃഹാതരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. കർഷക ദിനം ഏറ്റവും ആഹ്ലാദകരമായി സംഘടിപ്പിക്കുന്ന ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കർഷക ദിനമായി ചിങ്ങം 1 എല്ലാ വർഷവും നാം ആചരിക്കുകയാണ്. കാലവർഷം കലിതുള്ളി പെയ്തിറങ്ങുന്ന കർക്കിടകം കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക്, മലയാള വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ദിനമാണിത്. ചിങ്ങം സമൃദ്ധിയുടെ മാസമാണ്. കർക്കിടകത്ത് നാം പഞ്ഞമാസം എന്നാണ് പറയുക. ആ പഞ്ഞത്തരങ്ങളെല്ലാം മാറി നാം അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും നാളുകളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ചിങ്ങത്തിൻ്റെ പ്രത്യേകത. അത് ഓണത്തിൻ്റെ മാസമാണ്. ഓണവും തീർച്ചയായും കർഷകരുമായി ബന്ധപ്പെടുന്ന ഒരാഘോഷമാണ്. കാർഷിക വിളവെടുപ്പിൻ്റെ കൂടി കർഷകരുടെ കൂടി ഉത്സവമാണ്. തീർച്ചയായും ഈ ചിങ്ങമാസത്തിൽ നമുക്ക് കർഷകരെക്കുറിച്ച് ആവോളം ചിന്തിക്കാനുള്ള ഒരു ദിവസമായി കർഷക ദിനത്തെ മാറ്റുകയാണ്. കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ചിന്തിക്കേണ്ടത് ഒരു ദിനത്തിൽ മാത്രമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നാം ഏതു സമയത്തും ഏതു സന്ദർഭത്തിലും കൃഷിയുമായും അതിൻ്റെ ജീവിതവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ അന്നം എന്ന് പറയുന്നത് കർഷകരുണ്ടാക്കി തരുന്നതാണ്. അവരാണ് നമുക്കെല്ലാവർക്കും ഭക്ഷ്യസമൃദ്ധിയെ, ഭക്ഷ്യലഭ്യതയെ ഉണ്ടാക്കി തീർക്കുന്നത്. കാർഷിക മേഖലയിൽ കർഷകരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വന്നുചേരുന്ന ഒരു കാലമായി നമ്മുടെ പുതിയ കാലം മാറിത്തീർന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോലും കാർഷിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കർഷകർക്ക് പല കാരണങ്ങളാൽ കഴിയാതെ പോകുന്ന സന്ദർഭമുണ്ടാകുന്നു. നമ്മുടെ ഭരണകൂടം കാർഷിക മേഖലയിൽ കൂടുതൽ ആളുകളെ ശ്രദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനനുസൃതമായി ഏറ്റവും ചെറിയ രീതിയിൽ മുതൽ വലിയ രീതിയിൽ വരെയുള്ള കർഷകരുടെ കൃഷിയുടെ പുതിയ മേഖലകളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഇടപെടൽ സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഈ ദിനം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മേഖലയിലും ആധുനികവൽക്കരണം വന്നു കഴിഞ്ഞു. നാം സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്രത്തിൻ്റെയും എല്ലാം വളർത്തിയെ കൂടി നിത്യജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കാലം കൂടിയാണിത്. തീർച്ചയായും കാർഷിക മേഖലയിലും ആധുനികവൽക്കരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃഷിക്കാർക്ക് കൂടുതൽ വേഗതയിൽ അവൻ്റെ ഉൽപ്പന്നങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന, അവന് കൂടുതൽ മേഖലകളിലേക്ക് അവൻ്റെ കൃഷിയെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന, അവനിൽ ആശങ്കയുണ്ടാക്കുന്ന ഒട്ടേറെ കൃഷിക്ക് അല്ലെങ്കിൽ അവൻ്റെ വിളവിന്
കേടുവരുത്തുന്ന പല ജീവികളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ആ രംഗത്തെല്ലാം വളരെയേറെ പുരോഗമനപരമായ ഒട്ടേറെ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവയെല്ലാം കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അവയുടെ ആധുനികമായ രീതികളുടെ ഉപയോഗക്രമത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആദരവേറ്റു അയ്യ ബഹുമാന്യരായ കർഷകരെ, ചിങ്ങമൊന്ന് കർഷക ദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് കർഷകരാണ്.